മുൻഗാമികളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി അലാറം വെച്ച് എഴുന്നേൽക്കുന്നത് പോലെ നമ്മുടെ മക്കളെ രാത്രി 12 1 മണിക്കും 2 മണിക്കും 3 മണിക്കൊക്കെ ഫുട്ബോൾ കാണാൻ അലാറം വെച്ച് എഴുന്നേൽക്കുകയാണ്. ചില മക്കള് പുരയിൽ നിന്ന് പുതപ്പും തലക്കണിയൊക്കെ കൊണ്ടുവന്ന് ക്ലബിൽ കിടന്നുറങ്ങുകയാണ്. ഞാൻ അതിനെ എതിർത്തു പറയുന്നില്ല. ഞാൻ എൻ്റെ സംസാരം മുസൽമാനോടാണ്, എൻ്റെ സംസാരം ഈമാനുള്ളവരോടാണ്, എൻ്റെ സംസാരം തഖ്വയുള്ളവരോടാണ്. തഖ്വയില്ലാത്ത, ഈമാനില്ലാത്ത, ഇസ്ലാം അംഗീകരിക്കാത്ത, ഇസ്ലാമിനെ പുച്ഛിച്ച് കാണുന്ന ആളുകളോട് എനിക്ക് സംസാരമില്ല. എൻ്റെ സംസാരം അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, ഹബീബായ നബി തങ്ങളിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധമായ ദീനിനോട് കൂറുള്ള ഈമാന്റെ ചെറിയൊരു കടുകുമണിയെങ്കിലും നിങ്ങളുടെ ഖൽബിലുണ്ട് എങ്കിൽ അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. ആ മൊബൈൽ ഫോണിൽ നിങ്ങൾ അടിച്ചു നോക്കണം, ഫ്രാൻസ് vs ഇസ്ലാം. ഫ്രാൻസ് എന്ന് പറയുന്ന രാഷ്ട്രവും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം നിങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കണം. ആ സമയത്ത് ഫ്രാൻസിനെ പരിചയപ്പെടുത്തുന്നിടത്ത് കാണാൻ കഴിയും, ഫ്രാൻസ് എന്ന് പറയുന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിലെ ഭീകരവാദികൾ ആരാണെന്നറിയോ? തലപ്പാവ് ധരിച്ച് താടി വെച്ച് 5 വഖ്ത് നമസ്കരിക്കുന്ന ഒരു മുസൽമാനുണ്ടോ? അവനാണ് ഫ്രാൻസ് എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ഭീകരവാദി. ആ ഫ്രാൻസ് എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടിയാ നമ്മുടെ മക്കൾ ഇവിടെ സിന്ദാബാദ് വിളിക്കുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ചാടിക്കളിക്കുന്നത്, നമ്മൾ തുള്ളിക്കളിക്കുന്നത് ഈ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ ശിആർ തലപ്പാവ് ധരിക്കുക, ഹബീബായ നബി തങ്ങളുടെ തിരുസുന്നത്ത് താടി വളർത്തുക, ഒരു മുസൽമാന്റെ ദിവസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 5 വഖ്ത് നമസ്കാരം പടച്ച റബ്ബിന്റെ മുന്നിൽ കുനിഞ്ഞു നിസ്കരിക്കുക എന്നുള്ള ശറഫുറ്റ ഫളുലുറ്റ മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശറഫുറ്റ അമലാകുന്ന പരിശുദ്ധമായ നിസ്കാരം, ആ നിസ്കാരം നിലനിർത്തുന്നവൻ ഫ്രാൻസ് എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ഭീകരവാദിയാണ് എങ്കിൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണോ നമ്മൾ തുള്ളിക്കളിക്കുന്നത്? അതിന് വേണ്ടിയാണോ നമ്മൾ ചാടിക്കളിക്കുന്നത്? ചോദിക്കട്ടെ പ്രിയപ്പെട്ട എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ പെങ്ങന്മാരോട്, എൻ്റെ സഹോദരിമാരോട്, ചെറുപ്പക്കാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ 20,000, 30,000, 40,000, 50,000, 1,00,000 മൊബൈൽ ഫോൺ വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട്, ആ ഒരു മൊബൈൽ ഫോണിൽ എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറ അതൊന്ന് എനിക്ക് കാണണം, മക്കത്തുൽ മുകറമ എനിക്കൊന്ന് കാണണം എന്നാഗ്രഹിച്ചുകൊണ്ട്, എന്നാശിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ച്, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവുള്ള ഒരു സമയങ്ങളിൽ മനസ്സറിഞ്ഞൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നല്ലേ അതിന്റെ ശരി? അതാണ് അതിന്റെ ശരി. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എനിക്കറിയൂല. മുസ്ലിമേ, മരിക്കാനുണ്ടെന്നുള്ള ബോധം നിനക്ക് വേണോ? നിന്റെ നാട്ടിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനിന്റെ കെടാവിളക്ക് നിന്റെ മൂക്കിന്റെ മുന്നിൽ ഇവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനെ തൊട്ടുമുഖം തിരിയുകയാണെങ്കിൽ മനുഷ്യ രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല. ഒന്നും കൂടെ ചോദിക്കട്ടെ, മഹാനരാകുന്ന നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ ദീനുമായിട്ട് വന്ന സമയത്ത് എത്ര ആളുകൾ വിശ്വസിച്ചു? മഹാനരാകുന്ന നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ ദീനുമായി വന്ന സമയത്ത് എത്ര ആളുകൾ ഉൾക്കൊണ്ടുപോയി? മഹാനരാകുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് എത്ര ആളുകൾ ആ പരിശുദ്ധമായ ദീൻ ഉൾക്കൊണ്ട് മൂസ നബി അംഗീകരിച്ചു? മഹാനരാകുന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് ആരെല്ലാം അവരെ ഉൾക്കൊണ്ടു? എന്റെ ചോദ്യം എന്തെന്നറിയോ? അന്നവരൊക്കെ ആ പ്രവാചകന്മാരെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്നവരുടെ ഖബറുകളിൽ അവർക്ക് സന്തോഷമുണ്ടായിരുന്നു, അവർ കിടക്കുന്ന ഖബറുകളിൽ അവർക്ക് ആനന്ദിക്കാമായിരുന്നു, അവർക്കൊരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് തന്നെയാണ് ഉമ്മമാരെ എനിക്കും പറയാനുള്ളത്.
ഇവിടുന്ന് ഉസ്താദുമാർ, പണ്ഡിതന്മാർ, തലപ്പാവ് ധരിച്ചവർ പരിശുദ്ധമായ ദീനിന്റെ വിഷയം പറയുമ്പോ അത് കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ച് മുസ്ലിമേ നീ തന്നെയാണോ അതിനെതിരെ പറയുന്നതെങ്കിൽ മനുഷ്യ, നിനക്ക് ചെല്ലാനുള്ളത് ഈ പറയുന്ന ഉസ്താദുമാരിലേക്കല്ല, ഈ പറയുന്ന പണ്ഡിതന്മാരിലേക്കല്ല, മറിച്ച് നിനക്ക് ചെല്ലാനുള്ളത് നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്ന റബ്ബിലേക്കാ. ആ റബ്ബ് നിന്നെ വെറുതെ വിടുകയില്ല. നിന്റെ ആയുസ്സിനെ സംബന്ധിച്ച്, നിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, നിന്റെ ചെയ്തികളെ സംബന്ധിച്ച് മുഴുവനും ആ റബ്ബ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിന്റെ കാലനക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, നിനക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. മുസ്ലിമേ, നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ നിത്യേന പാരായണം ചെയ്യുന്ന പരിശുദ്ധമായ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു തആല ഈ മാനവിക സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, അൽ യൗമ അൽ യൗമ അൽ യൗമ. ആ ദിവസത്തിൽ, ഏതാണ് ആ ദിവസം? അതേ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ അൽ യൗം, അത് ഖിയാമത്ത് നാളാണ്, അത് മഹ്ശറയാണ്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മുഅ്മിനേ, ചിന്തിച്ചോ, നീ പ്രവർത്തിച്ച നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ കാലുകൾ സംസാരിക്കുകയാണ്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നിന്റെ വായക്ക് സീല് വെച്ചുപോയി. വതുകല്ലിമുനാ ഐദീഹിം, നിന്റെ കൈ സംസാരിക്കുന്നു. നിന്റെ കാല് നിന്റെ കാല് സാക്ഷി നിൽക്കുകയും ചെയ്യുന്നു നീ ചെയ്ത പ്രവർത്തനങ്ങളുമായിട്ട്. ഇത് നടക്കാണ്ടിരിക്കില്ല. നീ മുസ്ലിമാണോ? ഇന്നല്ലേ നാളെ നിന്റെ പരയുടെ അകത്തളത്തിൽ നിന്നുകൊണ്ട് നിന്റെ ജനാസ, നിന്റെ കുടുംബങ്ങളും മക്കളും ഉറ്റവരും എടുത്തുകൊണ്ട് നിന്റെ നാടിന്റെ അടുത്തുള്ള നിന്റെ ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി ഖബറടക്കം ചെയ്തോ. അവിടെയുള്ള ആളുകൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മണ്ണിലേക്ക് തന്നെ മടക്കി മണ്ണിൽ നിന്ന് ഇനി പുനർജീവിപ്പിക്കും. ഈ രൂപത്തിൽ നിന്റെ ഉറ്റവരും ഉടയവരും 6 അടി മണ്ണിൽ നിന്നെ ഖബറടക്കി തിരിച്ചു പോരും. മുസ്ലിമേ, അന്ന് ഫ്രാൻസിലെ ആളുകൾ നിന്റെ കൂടെ ഇല്ല. അന്ന് നീ നെഞ്ചോടിയേറ്റ് നടന്ന ഫുട്ബോൾ കളിക്കാരൻ നിന്റെ കൂടെയില്ല, നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂടെയില്ല. നീ ആർത്തുല്ലസിച്ച് ഫുട്ബോൾ കണ്ടുകൊണ്ട് ആർപ്പ് വിളിച്ചു കൂക്കി വിളിച്ച് കൂട്ടം കൂടിയ കൂട്ടുകാരിൽ ഒരാളും നിന്റെ കൂടെയില്ല. നിന്റെ കൂടെ ഉണ്ടാവുക നീ ചെയ്ത പ്രവർത്തനങ്ങളുടെ തിക്തഫലങ്ങൾ മാത്രമാണ്. നീ നന്മ ചെയ്തോ, രക്ഷയുണ്ട്. തിന്മയാണോ, രക്ഷയില്ല. അതുകൊണ്ട് മുസ്ലിമേ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഹബീബിൽ വിശ്വാസമുണ്ടോ? നിന്റെ മക്കളെ നീയും നിന്റെ മക്കളും ദീനിയായിട്ട് ജീവിക്കണം. അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിലൂടെ ചില ആസ്വാദനങ്ങളൊക്കെ നമുക്ക് പറ്റും. ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിലുള്ള സന്തോഷങ്ങളൊക്കെ നമുക്ക് പറ്റും. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, 5ലും 6ലും 7ലും 8ലും 9ലും പഠിക്കുന്ന മക്കൾ, നാളെ നിങ്ങളുടെ കഴുത്തിന് പിടിക്കണ്ടായെങ്കിൽ, നാളെ നിങ്ങളുടെ മുഖത്തടിക്കണ്ടായെങ്കിൽ, നാളെ നിങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പണ്ടായെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക്, അറിയിച്ചു കൊടുക്കണം അവർക്ക് പരിശുദ്ധമായ ദീനിന്റെ സത്യമായ വഴികൾ. ഇല്ല എങ്കിൽ നിനക്ക് രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല. അല്ലാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഹന്നരായ നമ്മുടെ ഉസ്താദുമാർ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഹന്നരായ താജുശ്ശരിയ മഞ്ഞപ്പറ്റ ഉസ്താദ്, അല്ലാഹുവേ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണമല്ല. അവിടുത്തെ മുന്നിലിരുന്ന് ഇൽമ് പഠിക്കുമ്പോഴുള്ളൊരു രസം, അത് വല്ലാത്തൊരു രസമായിരുന്നു. അതൊരു കാലമായിരുന്നു, ഒരു ആനന്ദമായിരുന്നു. ഇപ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു മുത്തഅല്ലിമായിരുന്നുവെങ്കിൽ ഉസ്താദിന്റെ ആ ദറസിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമായിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്.
അള്ളാഹു ഇവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉസ്താദുമാർ വരുന്നത് വരെ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം മഹാനരാകുന്ന റഈസുൽ ഉലമ ഉസ്താദ് അവറുകളെ ഉമർ ഖാദി തങ്ങളുടെ പേരിലുള്ള അവാർഡ് കൊടുത്ത് നമ്മൾ ആദരിക്കുകയാണ്. ബഹുമാന്യരായ മഞ്ഞപ്പറ്റ ഉസ്താദ് അവറുകളെ താജു ശരിയ ആദരം കൊടുത്ത് നമ്മൾ സ്വീകരിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? റഈസുൽ ഉലമയെ സംബന്ധിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പല ആളുകളും ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല. നമ്മുടെ പള്ളിയിലേക്ക് ഇങ്ങനെ വരും, അങ്ങാടിയിലോടി നടന്ന് ഗതച്ചിരുന്ന് വരും, എന്നിട്ട് നമ്മൾ കസാരയിൽ ഇരുന്ന് നിസ്കരിക്കും. ആ നിസ്കാരത്തിന്റെ അവസ്ഥ അത് മറ്റൊരു മസാലയാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷേ റഈസുൽ ഉലമ എന്ന് വരുമ്പോ നിങ്ങളൊക്കെ ഒന്ന് നോക്കുക, അവിടുത്തെ പ്രായം, ഈ പ്രായത്ത് പോലും അവിടുന്ന് കസാരയിലല്ല നിസ്കരിക്കാറ്. അപൂർണമായ ആരോഗ്യമുള്ള ഒരാൾ എങ്ങനെയാണോ നിസ്കരിക്കുന്നത്, ആ രൂപത്തിലാണ് ബഹുന്യരായ ഉസ്താദ് അവരുടെ നിസ്കാരം. എന്റെ ജീവിതത്തിൽ അവിടുന്ന് ഒരു കറാഹത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ ബുഖാരി സബക്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സങ്കടം പറഞ്ഞു. ആ സങ്കടം എനിക്കും നിങ്ങൾക്കും ഒരു പാഠമാണ്. ബഹുന്യരായ റഈസുൽ ഉലമ അവറുകൾക്ക് മഖൂഫായ ഒരു വിഷമുണ്ടായ സമയം നമുക്കറിയാം. ആ സമയത്ത് ക്ഷീണം വല്ലാണ്ട് വന്ന് ശരിക്കും ഇരിക്കാൻ പോലും ശൈഖുനാക്ക് കഴിയില്ല. അവിടുന്ന് ദർസ് എടുക്കുമ്പോ പോലും ശബ്ദങ്ങൾ ഇങ്ങനെ ഇടറി വരും. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ബുഖാരി സബക്കിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം അതാ തന്റെ മുന്നിൽ അവിടത്തേക്ക് ആ ശറഫുറ്റ ശൈഖ് അവറുകളിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന മുതഅല്ലിമീങ്ങൾക്ക് ബുഖാരി ഓതി കൊടുക്കാൻ വേണ്ടി വരിക. ശൈഖുന വന്ന് സ്വന്തമായിട്ട് എഴുന്നേൽക്കാനൊന്നും കഴിയുന്നില്ല. കസേരയിൽ വന്നിരുന്നിട്ട് അന്ന് ആ ഒരു സമയം ഏകദേശം 50 വർഷത്തോളായി ശൈഖുന സ്ഥാപനത്തിൽ ഐഹാസുനയിൽ ദർസ് നടത്തുന്നു. മനസ്സിലാക്കണം ഉമ്മമാരെ, മനസ്സിലാക്കണം. നിങ്ങളെ പോലെയുള്ള ഒരു ഉമ്മക്കും ഉപ്പക്കും ജനിച്ച ശറഫുറ്റ മഹാനാണ്. ശറഫുറ്റ മഹാനാണ്. നോക്കണങ്ങള് ഓര് വന്ന് ബുഖാരി സബക്കിനിരുന്ന് ഇരിക്കുമ്പോ വിഷമത്തോടുകൂടെ ഞങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുക. അപ്പൊ പറയാ, അള്ളാഹു പൊരുത്തപ്പെടട്ടോ, അള്ളാഹു പൊറുത്തരട്ടെ. ഞങ്ങൾ അത്ഭുതത്തോടെ അങ്ങനെ നോക്കി. അപ്പൊ അവിടെ നിന്ന് പറയാണ്, ശൈഖുന പറയാ, ഞാന് ഈ വർഷം ഇത്രയും കാലമായിട്ട് എൻ്റെ പൊരയിന്ന് വന്നിട്ട് ഞാൻ ആ പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിക്കാതെ എൻ്റെ റൂമിക്ക് വന്നിട്ടില്ല. എത്ര കൊല്ലം? 50 കൊല്ലം. 50 കൊല്ലം അവിടുന്ന് പൊരയിൽ നിന്ന് ജാമിയ ഇഹ്യാ സുന്നയിൽ തന്റെ മക്കൾക്ക് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ശൈഖ് അവറുകൾ, മുന്നരായ ഉസ്താദ് അവറുകൾ ഒരൊറ്റ ദിവസം പോലും തഹിയ്യത്ത് നിസ്കരിക്കാതെ തന്റെ മക്കൾക്ക് അവിടുന്ന് ഇൽമു പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ അസുഖമായപ്പോ അവിടുത്തെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം വന്നപ്പോ ഒരു ദിവസം അത് മുടങ്ങിയപ്പോ അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹു പൊരുത്തപ്പെടട്ടെ, ഫറളല്ല, ഒരു തഹിയ്യത്ത്. ഇവർക്കെതിരേക്കൊന്ന് സംസാരിക്കാൻ നാവ് പൊന്തുമല്ലടാ നിങ്ങൾക്ക്. അല്ലാഹു വെറുതെ വിടുകയില്ല. എനിക്കറിയാം, എന്റെ ഉസ്താദ് ബഹുമുന്നരായ താജു ശരിയയിൽ നിന്നും കണ്ടത് അത് തന്നെയാണ്. ഒരിക്കൽ സുഖമില്ല, ന്യൂമോണിയ ബാധിച്ച് മലബാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോ ശൈഖുന അവർക്ക് പറയുന്ന ഇഷ്ടമുണ്ടോന്നല്ല എനിക്കറിയൂല. അവിടുന്ന് എന്റെ മക്കളെയും കൂട്ടി അവിടുത്തെ കാണാൻ വേണ്ടി ചെന്ന സമയം പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്വസിക്കാൻ കഴിയാതെ ഓക്സിജൻ കൊടുത്ത ഉസ്താദ്, എനിക്ക് നിസ്കരിക്കണം. അത് മാറ്റി ചെല്ലുന്ന സമയത്ത് അവിടുന്ന് കഴിയുന്നത് പോലെ മഗ്രിബ് നമസ്കരിക്കുകയാണ്. വരാ നമ്മളെ ഉസ്താദുമാർ, അവർക്കെതിരെ സംസാരിക്കാൻ നാവ് പൊന്തുമല്ലടാ. റബ്ബ് നിന്നെ വെറുതെ വിടുകയില്ല.
റബ്ബിൽ വിശ്വാസമുണ്ടോ? ഉസ്താദുമാരെ ഒന്ന് അടുത്തറിയണം. ഇതൊരു പ്രാവശ്യമല്ല, കേൾക്കണോ? ഉന്നരായ റഈസുൽ അവറുകൾക്ക് നേരത്തെ പറഞ്ഞ മഹൂഫായ ഒരു വിഷമമുണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് സൂചി വെക്കാൻ വേണ്ടി ചൊല്ലുന്ന സമയത്ത് നഴ്സുമാര് വരുമ്പോ ശൈഖൻ അവിടെ നിന്ന് പറയും, പാപ്പാന്റെ വുളു മുറിക്കല്ലിട്ടോ. നഴ്സുമാര് കയ്യുമ്മ ഗ്ലൗസ് ഇട്ടിട്ടായിരുന്നു ശൈഖുനാനെ ബഹുവന്യരായ റഈസുൽ അവറുകളെ സൂചി വെക്കാൻ വേണ്ടി വന്നിരുന്നത്. ഇതാ നമ്മളെ ഉസ്താദുമാര് നിസ്കരിക്കാൻ പോകുമ്പോഴല്ല വുളു മുറിക്കല്ലി എന്ന് പറയണത്. രോഗിയായി ക്ഷീണം ബാധിച്ച് ഒരു നിലക്കും സഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പോലും തന്റെ ശരീരത്തിലേക്ക് മരുന്ന് അടിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളോട് നഴ്സുമാരോട് പറയാ വുളു മുറിക്കല്ലേ. ബഹുമാന്യരായ താജുശ്ശേരി മഞ്ഞപ്പറ്റ ഉസ്താദ് ഓരെ റൂമിന്റെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് വാഷ് ബേസ്. അപ്പൊ ഒന്ന് കൈയൊന്ന് കഴുകാൻ പുറത്താണ്, റൂമിന്റെ പുറത്താണ്. പോകുന്ന സമയത്ത് ആ പാതിരാ സമയത്ത് നോക്കണം, സുബഹി നമസ്കാരം കഴിഞ്ഞ ബുഖാരി സബക്ക് തുടങ്ങിയ പിന്നെ ശൈഖുനാന്റെ സബക്ക് മഗ്രിബോട് അടുത്താണ് തീർന്നാൽ ഞങ്ങളൊക്കെ പലപ്പോഴും മഗ്രിബിക്ക് ശേഷം കിതാബ് ഓതിയിട്ടുണ്ട് ശൈഖുനാന്റെ അടുത്തുനിന്ന്. പൂർണ്ണമായിട്ടും ഇൽമുമായി ശുഗലാകുന്ന ശൈഖുന ആ പാതിരാ സമയത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോ സുജൂദിലാണ്. നമ്മൾ അവരൊന്ന് അടുത്തറിയണം. അപ്പോഴേ നമ്മുടെ മക്കളെയൊക്കെ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കൊണ്ട് കഴിയുള്ളൂ. മനസ്സിലാക്കണം നിങ്ങള്. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് എണ്ണി പറയാൻ പറ്റും. ഇവരൊക്കെയാണ് ഞങ്ങൾ കണ്ടുപഠിച്ചത്. ഇങ്ങനെയാണ് ഉസ്താദുമാരിൽ നിന്ന് നിങ്ങളുടെ മക്കളും പഠിക്കുന്നത്. അതിന് വേണ്ടിയാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആശിഖു റസൂലായ ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു അവരുടെ പേരിലുള്ള സ്ഥാപനം ഇത് ഈ നാടിന്റെ ഒരു വിളക്കാണ്, വെളിച്ചമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ദീന് പഠിപ്പിക്കാണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ വളർത്തിയെടുത്തോ, നിങ്ങൾക്ക് രക്ഷയില്ല. രക്ഷയുടെ വഴി നിങ്ങൾക്ക് വേണോ? നല്ല വഴി മക്കൾക്ക് കാണിച്ചു കൊടുക്കണേ. നമ്മുടെ മുൻഗാമികൾ അതാണ് കാണിച്ചു തന്നത്. നമ്മുടെ മുൻഗാമികൾ അതാണ് നമ്മെ പഠിപ്പിച്ചു തന്നത്. നമ്മുടെ ഉസ്താദുമാർ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാണ്ട് ലഹരിക്ക് പിന്നിലോ മറ്റു വിനോദത്തിന്റെ പിന്നിലോ ഫുട്ബോൾ കളിക്ക് പിന്നിലോ മറ്റു ആസ്വാദനങ്ങൾക്ക് പിന്നിലോ മറ്റു വിനോദങ്ങൾക്ക് പിന്നിലോ പോയി നമ്മുടെ ജീവിതം നശിപ്പിക്കണ്ട. അതിനല്ല മനുഷ്യ നിന്നെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനല്ല മനുഷ്യ നീ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിനക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണോ? നീയും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നീ ജീവിക്കണം. അതോടുകൂടെ നിന്റെ മക്കളെയും ആ വഴിയിൽ നീ നടത്തിയിട്ടില്ല എങ്കിൽ രക്ഷയില്ല. ആശിഖ് റസൂലായ ഉമറുൽ ഖാദി തങ്ങള് അവിടത്തെ ഉപ്പയും ഉമ്മയും അങ്ങനെയാണ് പഠിപ്പിച്ചത്. മഹാനരാകുന്ന മമ്രുത്തപ്പാപ്പ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ നോക്കണം, നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് തെരീമിൽ നിന്നാണ്, യമനിൽ നിന്നാണ്. അവിടത്തെ ഉമ്മ മരിച്ചിട്ടുണ്ട്, അവിടത്തെ ഉപ്പയും മരിച്ചിട്ടുണ്ട്. അവിടത്തെ പോറ്റി വളർത്തുന്നത് ഉമ്മന്റെ സഹോദരിയാകുന്ന ഹലീമയാണ്. ആ യമനിൽ നിന്ന് മഹാനരാകുന്ന മമ്പുറത്തപ്പാപ്പ ചിന്തിക്കുന്നത്, എനിക്കൊന്ന് കേരള ഇന്ത്യ രാജ്യത്തേക്ക് പോവേണ്ടതുണ്ട്. എൻ്റെ അമ്മാവന്മാർ എവിടെയാണുള്ളത്? മഹാനരാകുന്ന ഹസനുൽ ജിഫ്രി റളിയല്ലാഹു തആല അൻഹു, കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജിഫ്രി തങ്ങളടക്കമുള്ള എൻ്റെ അമ്മാവന്മാരുള്ളത് കേരളത്തിലാണ്. അവരിലേക്ക് ചൊല്ലേണ്ടതുണ്ട്. ഇൽമൊന്ന് അവിടെ പരിശുദ്ധമായ ദീനൊന്ന് വളർത്തിയെടുക്കേണ്ടതുണ്ട്.
മമ്പുറത്തുപ്പാപ്പ ആ യമൻ നിന്ന് പോരുമ്പോ അവിടെ നിന്ന് കുടുംബങ്ങളിൽ നിന്നും ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത പാഠം അവിടുത്തെ 18ാമത്തെ വയസ്സിൽ ഇന്ത്യ രാജ്യത്തേക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരണം. സുമ്മദസ്സും സാത്തുംബ്രിൽ സമ്മതം ചോദിത്തേ സത്യനിൽ മീകത്ത വലിയൊരു യത്തിമമ്പൂറത്തെ. ഇവിടുത്തെ 18ാമത്തെ വയസ്സിൽ സമ്മതം ചോദിച്ചു നമ്മുടെ മമ്പുറത്തേക്ക് വന്നതാണ്. വരുന്ന സമയം മഹാനരാകുന്ന ഹസനുൽ ജിഫ്രി തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ഹസനുൽ ജിഫ്രി തങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഖബർ ഇന്ന് മമ്പുറത്തുപ്പാപ്പയുടെ തൊട്ടടുത്തു തന്നെയാണ് നമ്മൾക്ക് കാണാൻ കഴിയും. ആ 2 വലിയ മഖബറയിൽ ഒന്ന് ഹസനുൽ ജിഫ്രി തങ്ങളുടെ മഖബറയാണ്. അന്ന് ആ മഖബറയാണ് അവിടെ ഉള്ളത്. മഹാനരാകുന്ന മമ്പുറത്തുപ്പാപ്പ റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ മമ്പുറത്തുപ്പാപ്പ മമ്പുറത്ത് വന്നു, സിയാറത്ത് ചെയ്യണം. ആദ്യം വന്നത് കോഴിക്കോട് ഷെയ്ഖ് ജിഫ്രി തങ്ങൾ അടുത്താണ്. ഷെയ്ഖ് ജിഫ്രി തങ്ങൾ അവിടെ നിന്ന് ഒരാളെയും കൂട്ടി മമ്പുറത്തേക്കോ പറഞ്ഞയച്ചു. വലിയ രസമുണ്ടത്. ഹസൻ ജിഫ്രി തങ്ങൾ വഫാത്താവുന്ന സമയത്ത് മമ്പുറത്തെ നാട്ടുകാർ വന്നിട്ട് മമ്പുറത്തപ്പാപ്പാനോട് ചോദിച്ച്, അല്ല ഹസൻ ജിഫ്രി തങ്ങളോട് ചോദിച്ച്, മോളെ കാര്യം ചെയ്യും, അവസാന ഘട്ടമാണ്. അപ്പൊ അവിടുന്ന് ഹസൻ ജിഫ്രി തങ്ങൾ പറഞ്ഞു, എന്റെ മോളെ കാര്യങ്ങൾ നോക്കണ്ട, അവൾക്കുള്ള ഭർത്താവ് ഇവിടെ വരും. ബഹുമാനപ്പെട്ടവർ വഫാത്തായി. പിന്നീട് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് മമ്പുറത്തുപ്പാപ്പ വരണത്. ആ വരുന്ന സമയത്താണ് മഹാനരാകുന്ന മമ്പുറത്തുപ്പാപ്പ മമ്പുറത്തെത്തി. കൂടെയുള്ള ആള് അവിടെ ഈ മഖബറയുടെ കതക് പൂട്ടിയിട്ടുണ്ട്, ചാവിട്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചാവി വാങ്ങാൻ ഹസൻ ജിഫ്രി തങ്ങളുടെ പുരയിലേക്ക് ചെന്നു. മോളോട് ചെന്നിട്ട് പറഞ്ഞു, യമനിൽ നിന്ന് ഇന്ന ആളുകളൊക്കെ വന്നിട്ടുണ്ട്, വലിയ ഷറഫുള്ള ആളാണ് എന്നൊക്കെ പുകയറ്റി പറഞ്ഞപ്പോ ഹസൻ ജിഫ്രി തങ്ങളെ മോൾ അവിടുന്ന് പറഞ്ഞു, അന്ന ആൾ അത്ര ഷറഫുള്ള ആളാണെങ്കിൽ ചാവി ഒന്നും വേണ്ട, ഇല്ലാണ്ട് തുറന്നോട്ടെ. നോക്കണങ്ങളെ, ചാവി ഒന്നും വേണ്ട, ഇല്ലാണ്ട് തുറന്നോട്ടെ. മമ്പുറത്തുപ്പാപ്പാക്ക് സമ്മതാ വേണ്ടത്. അന്നയാള് വന്നിട്ട് പറഞ്ഞു, ചാവി ചോദിച്ചപ്പോ തന്നിട്ടില്ല, ചാവി ഇല്ലാണ്ട് തുറക്കാൻ പറ്റുമെങ്കിൽ തുറന്നോടേ. നോക്കണങ്ങളെ, മമ്പുറത്തുപ്പാപ്പ ഏതൊത്തെ മാക്കാമിന്റെ കീഴി മുത്തുവാലി ചോദിത്തെ, ഉത്തവർ കൊടുത്തില്ല തരിത്തവർ ആടുത്തെ, മെത്തബാബിൽ ഒന്ന് താനെ മുടിത്ത സമയത്തെ, ബാബ് തന്നാലെ തുറന്ന് കാവലാർ പേടിത്തേ. നോക്കാണിങ്ങളെ, ഒത്തമാക്കാമിന്റെ കീഴി മുത്തുവലി ചോദിത്തെ, ആ പരിശുദ്ധമായ മഖബറത്തു ഷരീഫയുടെ ചാവി മഹാനരായ മമ്പുറത്തുപ്പാപ്പ ചോദിച്ചു. ഒത്തവർ കൊടുത്തില്ല. അപ്പൊ കൊടുത്തില്ല, വേണമെങ്കിൽ തുറന്നോളി എന്നുള്ള സമ്മതം. അപ്പൊ എന്ത് ചെയ്തു? മെത്തബാബിൽ ഒന്ന് താൻ മൂടിത്തേ, ആ പരിശുദ്ധമായ വാതിൽ ഒന്നിങ്ങനെ മുട്ടി വിളിച്ചു. ബാബ് തന്നാലെ തുറന്ന് കാവലാർ പേടിത്തേ. വാതിലാണ് തുറന്ന് കാവലാർ പേടി. അവിടെയുള്ള ആൾക്കാരൊക്കെ പേടിച്ചു പോയി. 18ാമത്തെ വയസ്സിൽ, ഒരു അഭിപ്രായത്തിൽ 17ാമത്തെ വയസ്സിൽ ആര്? മമ്പുറത്തുപ്പാപ്പ. അവരെ ഉറൂസും കൂടെയാണ് നമ്മൾ നടത്തുന്നത്. നോക്കണങ്ങളെ, അവിടുത്തെ അരുമ ശിഷ്യനാണ് ആശിഖ് റസൂലായ ഉമറുൽ ഖാദി തങ്ങൾ. ആ വഴിയിലൂടെയാണ് റഈസുൽ ഉലമയുടെ സിൽസില പോകുന്നത്. നോക്കണങ്ങളെ, താജുശരിയ മഞ്ഞപ്പറ്റ ഉസ്താദ് അവിടുത്തെ സിൽസിലയും പോകുന്നത് അങ്ങനെ തന്നെയാണ്. ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിലൂടെ കടന്ന് 4ാമത്തെ ഗുരുവര്യരായി വരുന്നത് ആശിഖ് റസൂലായ ഉമറുൽ ഖാദി. അപ്പൊ റഈസുൽ ഉലമ അടക്കമുള്ള, താജുശരി അടക്കമുള്ള, മഹാനരാകുന്ന സുൽത്താനുൽ ഉലമ അടക്കമുള്ള നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദുമാരുടെ, നേതാക്കന്മാരുടെ, പണ്ഡിതന്മാരുടെ ഇൽമിന്റെ സിൽസില പോകുന്നത് മഹാനരാകുന്ന ആശിഖ് റസൂലായ ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു തങ്ങളിലൂടെയാണ്.
ഷറഫുണ്ടാവൂലേ നമ്മുടെ ഉസ്താദുമാർക്ക്? അതുകൊണ്ട് ഇനി ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഷറഫുറ്റ ഉസ്താദുമാര് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ അവരെ സ്വീകരിക്കലും ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലതാ മഹാനരാകുന്ന റഈസുൽ ഉലമാ അവർക്ക് നമ്മൾ ഉമറുൽ ഖാദി അവാർഡ് കൊടുക്കുകയാണ്. അല്ലാഹു കബൂലാകട്ടെ. താജ് ശരി അവർക്ക് താജ് ശരി ആദരം കൊടുക്കുകയാണ്. അല്ലാഹുവിനെ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു നമ്മൾക്ക് കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുനരായ ബദർ സാദാത്ത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പ ഏതാ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. അവരാണ് നമ്മുടെ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഖലീൽ തങ്ങൾ ഉപ്പാപ്പ വരുന്നതിന്റെ മുമ്പ് ബഹുമാന്യരായ ദേവർഷോൽ ഉസ്താദ് ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. ബഹുമാന്യരായ ഉസ്താദ് അവറുകൾ പ്രഭാഷണത്തിന് വരികയാണ്. അവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഖലീൽ തങ്ങൾ ഉപ്പാപ്പ അവിടത്തെയും സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം ബഹുന്യരായ താജുശരിയ മഞ്ഞപ്പറ്റ ഉസ്താദ് ഇവിടെ ഉണ്ട്. അല്ലാഹു അവിടുത്തെ തണൽ നമുക്ക് നീട്ടിത്തരട്ടെ. അവിടത്തെയും ആദരപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മഹാനരാകുന്ന നമ്മുടെ മറ്റു പല ആളുകളും സെയ്ദ് ജീലാനി തങ്ങള്, അതുപോലെ നമ്മുടെ MLA PK നവാസ് ഇവിടെ വരും. അവരുടെ അഭാവത്തിൽ സ്വാഗതം പറയുകയാണ്. അതുപോലെ കുറ്റൂർ അബ്ദുറഹ്മാൻ ആജി ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ദീൻ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു മനസ്സിനുടമയാണ്. അവരൊക്കെ കാണുമ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു എത്രയോ സമ്പത്ത് അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നൽകിയിട്ടും ഒരു അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു ധിക്കാരത്തിന്റെ സ്വഭാവം നമ്മൾ അവരിൽ കണ്ടിട്ടില്ല. അല്ലാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദർസിലേക്ക് മാസാമാസം അവർ വരിസംഖ്യ തരുന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരെ ഉപ്പിയും നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ്. അതുപോലെ തന്നെ മറ്റു പല ആളുകളും നമ്മുടെ മുഹിബ്ബീങ്ങളായ പലരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റു പലരും ഇവിടെ എത്താനുണ്ട്. അവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ മഹത്തായ ഉറൂസിനും വാർഷികത്തിനും സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് മഹാനരാകുന്ന റൂഹസാദാത്ത് എളക്കൂർ തങ്ങളുപ്പാപ്പയാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ അഭാവത്തിൽ അവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, നിങ്ങളുടെ മക്കളെ അടുത്ത വർഷം നമ്മുടെ നാട്ടിലെ സ്ഥാപനത്തിൽ ആ മക്കളെ ചേർത്തി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്ഥാപനത്തിൽ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു, ഇൻഷാ അല്ലാഹ് ഇന്നും കാണിക്കും. നിങ്ങൾ അതൊക്കെ ഒന്ന് അറിയണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ദീന് കൊടുക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 +2 BA ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇംഗ്ലീഷ് BA അറബിക്ക് BA സോഷ്യോളജി എന്താണോ നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമ്മുടെ പള്ളിയിൽ വെച്ച് നമ്മൾ കൊടുക്കുകയാണ്, നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് നമ്മൾ കൊടുക്കുകയാണ്. തീർന്നില്ല, ഭാഷകൾ കൊടുക്കുന്നുണ്ട്. അറബി, ഉറുദു, ഇംഗ്ലീഷ് എല്ലാ ഭാഷകളും മക്കൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു മക്കൾക്ക്, ഒരു മകനിക്ക് എന്തെല്ലാം വേണോ അത് മുഴുവനും നമ്മൾ കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ. ഇതൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ചില കുട്ടികൾ അങ്ങനെ കാണുന്നില്ല. പഠിക്കുന്നവർക്കൊക്കെ അത് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ തന്നെയാണ്. MBBS പോയാലും പഠിക്കാതെ കുതിരലിച്ചാലേ തോറ്റിട്ടേ പോരുള്ളൂ. ഓനക്ക് ചികിത്സിക്കാൻ കഴിയോ? ഒരു എഞ്ചിനീയറിന് പോയി ലക്ഷങ്ങൾ കെട്ടിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചു. ഓൻ പഠിക്കാതെ അവിടെയും ഇവിടെയും പോയി കുത്തർന്ന് ഇവിടെ എഞ്ചിനീയർ സർട്ടിഫിക്കറ്റും വന്ന് ഓനെ കൊണ്ട് ഒരു പോരടിപ്പിച്ച് നോക്കണം, നടക്കൂല. എന്ന മാതിരി ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ച് നമ്മുടെ മക്കൾ പഠിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുനരായ ദേവർഷോൽ ഉസ്താദ് അവറുകള് നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാണ് ഉസ്താദിന്റെ സ്ഥാപനമാകുന്ന
ഗൂഡല്ലൂർ നീലഗിരി ജില്ലയിൽ അവിടുത്തെ മർക്കസ് എത്ര പാവപ്പെട്ട എത്തിയ മക്കളെയാണ് കഴിഞ്ഞ പ്രാവശ്യം 800 ചില്ലാനം മക്കൾക്ക് അവരെയൊക്കെ കെട്ടിച്ചു പറഞ്ഞയക്കാൻ, ഒരു മോളെ തന്നെ കെട്ടിക്കാൻ നമ്മൾ എന്തെല്ലാം പ്രയാസപ്പെടുന്നുണ്ട്. ആ സ്ഥാനത്താണ് ബഹുന്നരായ ഉസ്താദ് അവറുകൾ 800 ചില്ലാനം മക്കളെ കെട്ടിച്ചു പറഞ്ഞയക്കുന്നത്. ചില്ലറയല്ല. അല്ലാഹു അതൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. അതിന് ഒരുപാട് ആളുകൾ അവരെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അതൊക്കെ നീ കബൂലാക്കണം റഹ്മാനെ. കൂട്ടത്തിൽ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനരാകുന്ന ആശിഖ് റസൂലായ ഉമറുൽ ഖാദി തങ്ങളെ നഫായിസ് തുറർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിലൊരു ചോദ്യമുണ്ട്. നിങ്ങളെ നമ്മളെ പഴയ സബീനിന്റെ ഏടിലൊക്കെ കാണാൻ കഴിയും. 1-ാം ചോദ്യത്തിന് മറുപടി, 2-ാം ചോദ്യത്തിന് മറുപടി, 3-ാം ചോദ്യത്തിന് കണ്ടുകണ മറിച്ചു നോക്കലുണ്ടാ ഏടില്? എന്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടുകണ 1-ാം ചോദ്യത്തിന് മറുപടി എന്താ പഠിച്ചത്? 1-ാം ചോദ്യത്തിന് മറുപടി ചോദ്യം കാണില്ല, 2-ാം ചോദ്യത്തിന് മറുപടി ചോദ്യമില്ല. അത് ബഹുമാനരായ റസൂലായ ഉമറുൽ ഖാദി തങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിന് ബഹുമാനപ്പെട്ട ഒരു മറുപടി പറയുന്നത് മാത്രമാണ് ആ ബൈത്തിലുള്ളത്. മറുപടി കേട്ടാൽ ഞമ്മക്കറിയും ചോദ്യം എന്താണ്, തിരുവനോൽക്കറിയും. അപ്പൊ അതിലൊരു ചോദ്യം ഉണ്ട്. എന്താ ചോദ്യം അറിയാം നിങ്ങൾക്ക്? ഇന്നിപ്പോ അതാണല്ലോ, ഇന്നിപ്പോ ത്വരീഖത്തിന്റെ കച്ചവടമാണ്. ഞങ്ങൾ ഔലിയാക്കളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ വിമർശിക്കല്ല. ഞാൻ നിങ്ങൾ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അതൊന്നും ആവട്ടെ, എനിക്കത് ചർച്ചയില്ല. ചോദ്യം ഇതാണ്. ഒരാൾക്ക് ശരീഅത്തില്ല, ഒരാൾക്ക് എന്താ ചോദ്യം? ഒരാൾക്ക് ശരീഅത്തില്ല, അയാൾക്ക് വിലായത്തുണ്ടാകുമോ? ആരോടുള്ള ചോദ്യം? ആശിഖ് റസൂലായ ഉമറുൽ ഖാദി തങ്ങളോടുള്ള ചോദ്യം. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ അറബി വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. ആശയം മറുപടി ബഹുമാനപ്പെട്ടവർ കൊടുക്കുകയാണ്. വിലായത്ത്, വലിയാക വിലായത്ത് എന്ന് പറഞ്ഞാൽ അത് സമറത്തു ശരിയ, അത് ശരീഅത്ത് എന്ന് പറയുന്ന പടുവൃക്ഷത്തിലുണ്ടാകുന്ന ഒരു പഴമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട 5 വക്ത നിസ്കാരം, നോമ്പെടുക്കൽ, കളവ് പറയാണ്ടിരിക്കുക, ഹറാമായ വിഷയങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക, ഇതാണല്ലോ ശരീഅത്ത്. ഈ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൽ കായ്ക്കുന്ന പഴമാണ് വിലായത്ത്. ഒരു വൃക്ഷമുണ്ടായാൽ, വളർന്നു വലുതായ ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൽ പഴം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. വൃക്ഷത്തിന് കുഴപ്പമുണ്ടാവൂല, പഴം കായ്ക്കണമെന്നില്ല. പക്ഷേ ഈ വൃക്ഷം ഉണ്ടാവാതിരുന്നാൽ അതിമ പഴം കായ്ക്കില്ല. എന്നതുപോലെ ഒരു മനുഷ്യന് ശരീഅത്തില്ലെങ്കിൽ അവന് വിലായത്തുണ്ടാവൂല. പിന്നെ ചില ആളുകളൊക്കെ വരും, നമ്മൾ അവിടെ ഇവിടേക്ക് നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ കാണാത്തോണ്ടാണ്. അതിന് വിലായത്ത് ആദ്യം സ്ഥിരപ്പെടണം, എന്നിട്ട് ഇത് പറയാം. ഇവനൊരു വലിയായിട്ട്, അള്ളാഹുവിന്റെ ശറഫുറ്റൊരു മഹാനായിട്ട് അത് സ്ഥിരപ്പെടട്ടെ. സ്ഥിരപ്പെട്ടതിന്റെ ശേഷം അതുമായി സംസാരിക്കുക. അല്ലാതെ അതിന്റെ മുമ്പ് ഇങ്ങനെയൊരു സംസാരം അത് ശരിയല്ല. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ ഉമറുൽ ഖാദി തങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. എന്താ ചോദ്യത്തിന്റെ ഹാസില്? ശരീഅത്തില്ലാണ്ട് ഹഖീഖത്ത്, വിലായത്ത് അതുണ്ടാകൂല. ഈ ശരീഅത്ത് എന്ന് പറയുന്ന വൃക്ഷത്തിൽ കായ്ക്കുന്ന ഫലമാണ് വിലായത്ത്. വൃക്ഷം ഉണ്ടാവാതെ പഴം ഉണ്ടാവൂല, പക്ഷെ പഴം ഉണ്ടാവാതെ വൃക്ഷം ഉണ്ടായ എന്നതുപോലെ വിലായത്തില്ലാണ്ട് എന്താവാ? ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക, അതിന് കുഴപ്പമില്ല.